ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ രാവിലെ കൂട്ടാൻ വയ്ക്കാനുള്ളതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കറി വയ്ക്കാനായിട്ട് രാവിലെ തന്നെ ചീരയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ചീര കണ്ടപ്പോൾ ഒരു കെട്ട് ചീരയൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ രാവിലെ എടുത്തിട്ടാണ് കേട്ടോ ഞാനിതാ വട്ടേൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കഴുകി വലമ്പി എടുക്കണം. അപ്പോൾ വേരോടെ കിട്ടിയ ചീരയാണ്. അപ്പോൾ വേരൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ അതൊന്ന് കഴുകിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല ചീരയായിരുന്നു. കറി വെച്ചപ്പോഴും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അധികം പുഴുക്കേടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം നോക്കി വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല തെളിഞ്ഞൊരു ചീര ആയതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും രാവിലെ ചീരക്കറി വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പിള്ളേർക്ക് ഇന്നിപ്പോൾ സ്കൂളൊന്നുമില്ല കേട്ടോ, സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട്. ചാരുമോൾക്ക് സ്കൂൾ അടച്ചു, ചെട്ടിക്കുട്ടിക്ക് ഇന്നിപ്പോൾ സ്കൂൾ അടയ്ക്കും. ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയി. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ചാരുമോൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ അവളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ആൾക്ക് എന്താ വയ്യായിക എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മൾ വാട്സപ്പിലും മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി, സ്കാനിങ് ഒക്കെ ചെയ്യാൻ മാത്രം എന്താണ് വയ്യായിക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറ് വേദനയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ വയറ് വേദന വരിക, പിന്നെ ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് വയ്യാണ്ടൊക്കെ ആയിട്ട് വയറുവേദനയായിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ വെറുതെ വെച്ചോണ്ട് അങ്ങനെ നമ്മൾ നാട്ടുമരുന്നൊന്നും കഴിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ അപ്പൻഡിക്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ സ്കാനിങ് ചെയ്തു. പിന്നെ അന്ന് തന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് പറ്റിയില്ല. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ കാണിക്കുന്ന ഡോക്ടർ വരുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉണ്ടാവുള്ളൂ ഗവൺമെൻറ് ആശുപത്രിയിൽ. എല്ലാ ദിവസവും ഉണ്ട്, പക്ഷേ നമ്മൾ കാണിക്കുന്ന ഡോക്ടർ ആഴ്ചയിൽ ഒരു ദിവസമേ വരുള്ളൂ കേട്ടോ. മാറി മാറി ഡോക്ടർമാർ വരും. അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച കാണിക്കുന്ന ഡോക്ടർ വെള്ളിയാഴ്ച പോയാൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്നിപ്പോൾ രാവിലെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ അടുക്കളയിലൊക്കെ കയറി അടുക്കളയിൽ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ കൂട്ടാൻ വെക്കാനുള്ളത് കഴുകി കൊണ്ടുവന്നു കേട്ടോ. ചീര കഴുകിയിട്ട് വന്നു. ഇന്നിപ്പോൾ ചീര പരിപ്പിട്ടിട്ട് കടയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ചീരയൊക്കെ നല്ലോണം അങ്ങോട്ട് വട്ടയിൽ വെള്ളത്തിലിട്ട് ഒലമ്പി എടുത്ത് നല്ല വൃത്തിയായി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര അരിയുന്ന വീഡിയോ ഒക്കെ ഒന്നും ഒരു ക്ലിയർ ഇല്ല അല്ലേ. നമ്മൾ എന്താ പറയുക, ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്, ക്ലിയർ കുറവ് പോലെയുണ്ട്. കാരണം ക്യാമറയൊക്കെ എന്താ പറയുക ഒരുമാതിരി ആയി തുടങ്ങിയിട്ടുണ്ട്. കുറേ കാലമായില്ലേ നമ്മുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി. അതേപോലെ തന്നെ 3 വർഷമായിട്ടുണ്ട് നമ്മുടെ ഫോണ് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഫോണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഫോണിന് പോലെയല്ല, കൂടുതലും ഇത് നന്നായിട്ട് മാക്സിമം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് കൊടുത്താലും അത് നഷ്ടമോ അല്ലെങ്കിൽ സങ്കടമോ ഒന്നും തോന്നില്ല. കാരണം 3 വർഷം നമ്മളിങ്ങനെ വേറെ വലിയ തട്ടലും മുട്ടലുകളൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പഴക്കവും തഴക്കവും പറഞ്ഞ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക തുടയ്ക്കാത്തത് കൊണ്ടായിരിക്കും ചെറുതായിട്ട് മങ്ങലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ക്യാമറൻ്റെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ എന്തായാലും നമ്മുടെ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കെട്ട് ചീരയൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് ഉപ്പേരി വെക്കുകയാണെങ്കിൽ മാത്രം ഒരു കെട്ട് മൊത്തം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പരിപ്പിട്ട് വെക്കുമ്പോൾ ചീരയാണെങ്കിലും മുരിങ്ങയാണെങ്കിലും ഒരു പിടി മതി കേട്ടോ. നമ്മുടെ കൈപ്പിടിക്ക് ഒരു പിടി ചീര ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു പിടി മുരിങ്ങ ഇട്ടാൽ മതി. ഒരുപാടൊന്നും അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എന്താ പറയുക കട്ട പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും പരിപ്പിട്ട് വയ്ക്കുമ്പോൾ കുറച്ചേ എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ നമ്മൾ പരിപ്പൊക്കെ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പരിപ്പ് കഴുകിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ തേങ്ങയൊക്കെ ചിരവി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചട്നിക്കുള്ളതാണ് കേട്ടോ. ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് കഴിക്കാനായിട്ട്. അപ്പോൾ ചട്നി ഉണ്ടാക്കാനുള്ള തേങ്ങ ചിരവി എടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമുക്ക് കറിക്ക് വേണ്ട തേങ്ങയും ചിരവണം. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ചിരവി ചട്നി ഉണ്ടാക്കാനാണ് കേട്ടോ.
ഇവിടെ ചട്നി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പച്ചമുളക് ഇടുന്നതിനേക്കാളും വറമുളക് ഇട്ടിട്ട് അരച്ച് എടുക്കുന്ന ചട്നിക്കാണ് കേട്ടോ കൂടുതലും പ്രിയം. കാരണം കൂടുതലും ഇഷ്ടം അതാണ്. ഒരു മണം, ഒരു പ്രത്യേക ഒരു മണമാണ് ചട്നിക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും തേങ്ങയൊക്കെ ചിരവി ചട്നി ഉണ്ടാക്കണം. ഇനി കറി വെക്കണം. അപ്പോൾ ഇന്ന് ചെട്ടിക്കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് അവൾക്ക് ചോറും കൊടുത്തു വിടണം. അതുകൊണ്ട് രാവിലെ തന്നെ കറിയൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചിരവി വെച്ചതിന് ശേഷം ഞാൻ അടുപ്പത്ത് പാലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്, ചായക്കുള്ളത് കേട്ടോ. ചായക്കും ഇതിപ്പോൾ ഞാൻ പാല് കുറച്ചെടുത്തിട്ട് കാച്ചി തിളപ്പിച്ചിട്ട് മോരിനെടുക്കും, എന്നിട്ട് പിന്നെ ചായ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചട്നി കടുക് പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ സുശീൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് വീഡിയോ വളരെ വളരെ ചെറുതായി പോയല്ലോ എന്നും പറഞ്ഞിട്ട് ആൾക്കൊരു എന്താ പറയുക, ഒരു സങ്കടവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചെറിയ വീഡിയോ ആയിപ്പോയി. അങ്ങനെ 10 മിനിറ്റിൻ്റെ അകത്തുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അത് അതായത് വീഡിയോ ചെറുതായി പോയെന്ന് പറഞ്ഞിട്ട് ആൾ ആകെ ഒരു എന്താ പറയുക, എന്നോട് ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഇങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടി വീഡിയോ ഒക്കെ ഇടുന്നത് കൊണ്ടായിട്ട് ആർക്കും കാണാൻ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് ഇടാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അന്ന് വീഡിയോ മിനിഞ്ഞാന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടണ്ടെന്നും പറഞ്ഞിട്ട്. കാരണം വീഡിയോയ്ക്കൊക്കെ ഇപ്പോൾ വ്യൂ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു മടി. നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും അത് എടുത്ത് നമ്മൾ അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഒരു 2 മണിക്കൂറെങ്കിലും മെനക്കെട്ടാൽ മാത്രമേ ഈ 10 മിനിറ്റിൻ്റെ വീഡിയോ ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒരുപാട് വലുതാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ, അത്യാവശ്യം ഉള്ളത് മാത്രം എടുത്തിട്ട് അങ്ങനെ ഷോർട്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് ഇടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ്. പിന്നെ അതിനെ അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ചെറുതായിപ്പോയി. കാരണം ചിലർക്ക് കണ്ടിരിക്കാൻ ഇഷ്ടമാണ്, ചിലർക്കത് കാണുമ്പോൾ ബോറടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, നിങ്ങളുടെ ബോറടിയും അല്ലെങ്കിൽ എനിക്ക് സമയക്കുറവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതും കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും ഒരു 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം ഒരു 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും. അതങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ എത്രയും പരമാവധി ചുരുക്കുമോ അത്രയും ചുരുക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ലോങ് വീഡിയോ എനിക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാനും പറ്റില്ല, കാരണം നമുക്ക് ഫോണിൽ നെറ്റാണല്ലോ. അപ്പം മാക്സിമം ഒരു പരിധിയുണ്ട്, നമുക്ക് ഒരുപാട് ലോങ് വീഡിയോ ഒന്നും ഇടാനും പറ്റില്ല. വൈഫൈയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോണിൽ തന്നെ ആയതുകൊണ്ട് നെറ്റും ഒക്കെ പെട്ടെന്ന് അപ്ലോഡായി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടും കാരണമാണ് കേട്ടോ ഞാനിങ്ങനെ കുറച്ച് എന്താ പറയുക ഇത്തിരി ഷോർട്ടാക്കി ഇടുന്നത്. വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ എന്തായാലും ഞാനിതാ ദോശയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. രാവിലെ ഏട്ടൻ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനെ കഴിക്കാനുള്ള ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചായ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്നി ഉണ്ടാക്കിയെടുത്തു. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിതാ ഈ അടുക്കളയിലെ പരിപാടികൾ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ദോശക്കല്ലിൻ്റെ പഴക്കം കണ്ടിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ദോശക്കല്ല് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ അരികത്ത് മുഴുവൻ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കണമല്ലോ, കുറേ കാലമായോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കട്ടയായിട്ട് നിൽക്കുന്നത് വേറൊന്നുമല്ല, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതും ദോശ ഉണ്ടാക്കുന്നതും ഒക്കെ ഒരു കല്ലിൽ തന്നെയാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ എണ്ണ തേച്ചിട്ടാണ് വെക്കുന്നത്. പിന്നീട് നമ്മൾ അടുത്തത് ദോശ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ പരട്ടി വെക്കണം. അപ്പോൾ ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും, അതങ്ങനെ അടിഞ്ഞു കൂടും. പിന്നെ നമ്മൾ എണ്ണയും അങ്ങോട്ട് തേച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക എണ്ണൻ്റെ ഒരു കട്ട പോലെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അടുത്ത പ്രാവശ്യം കഴിയുമ്പോൾ പോവും. പക്ഷെ കുറേയൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അരികത്തൊക്കെ ഇങ്ങനെ കട്ട പോലെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ കുത്തിക്കളഞ്ഞ് അതിനെയൊക്കെ വൃത്തിയാക്കി ഇതാക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞതാണ് കേട്ടോ. കുറേ കാലമായി ഞാൻ വരുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു ദോശക്കല്ല്. ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമായി. അതിന് മുമ്പ് എപ്പോൾ വാങ്ങിയതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഏട്ടന് നല്ല കനം കൂട്ടിയൊരു ദോശ എടുക്കാൻ പറഞ്ഞപ്പോൾ ഇത്തിരി കനത്തിൽ അങ്ങോട്ട് എടുത്താണ് കേട്ടോ ദോശ. ഏട്ടന് ഒരുപാട് പേപ്പർ ദോശയൊന്നും വലിയ ഇഷ്ടമല്ല. കഴിക്കും ചില സമയത്തൊക്കെ, പേപ്പർ പോലെ ഉണ്ടാക്കിയിട്ട് വാന്ന് പറയും, ചിലപ്പോൾ അതുപോലെ കനത്തിൽ ഉണ്ടാക്കിയിട്ട് വാന്ന് പറയും. അപ്പോൾ ലാസ്റ്റ് ഒരു കനത്തിലൊരു ദോശ വേണം പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് അടുപ്പത്തു നിന്ന് ചോറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഊറ്റാനായിട്ട്. ചോറൊക്കെ വെന്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ചോറൊന്ന് വാർത്ത് വയ്ക്കണം, കറി ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. വേഗം തന്നെ തുണിയൊക്കെ കഴുകിയിട്ട് കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ആശുപത്രിയിൽ പോകാനായിട്ട് നിന്നത്. പിന്നെ ചിട്ടിക്കുട്ടിനെയും ഏട്ടനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ റെഡിയാവാനായിട്ട് നിന്നത്. അങ്ങനെ നമ്മുടെ ചോറൊക്കെ വാർത്ത് വെച്ചു. ഞാനിതാ ഇനി കൂട്ടാൻ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനങ്ങോട്ട് നമ്മുടെ മൺചട്ടിയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മുരിങ്ങ ഇലയാണെങ്കിലും ചീരയൊക്കെ ആണെങ്കിലും ഈ ഒരു മൺചട്ടിയിലിട്ടത് ഇങ്ങനെ കടഞ്ഞ് കറി വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുക. അതുകൊണ്ട് പിന്നെ നമ്മൾ അടുപ്പിൽ തീയും ഉണ്ടല്ലോ, അപ്പോൾ അടുപ്പിൽ തന്നെ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചട്ടിയിലേക്ക് പരിപ്പ് വേവിച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലർ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല. ഞാനിവിടെ ചീര വയ്ക്കുമ്പോഴും മുരിങ്ങയില വയ്ക്കുമ്പോഴൊക്കെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. അത് വിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഞാനിതാ അടുപ്പത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തിരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പും മുളകിൻ്റെ മണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ചീര ഇടാം. അപ്പോൾ ചീര ഇട്ട് വയ്ക്കുകയാണെങ്കിൽ മുരിങ്ങ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പരിപ്പ് ഉണ്ടല്ലോ നന്നായിട്ട് വെന്ത് ഇങ്ങനെ മസിഞ്ഞ് കിട്ടണം കേട്ടോ. മസിഞ്ഞ് കിട്ടുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്ത് എന്താ പറയുക, ഇതുപോലെ നല്ലോണം അങ്ങോട്ട് വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടണം. എന്നാലേ നമ്മുടെ പരിപ്പ് ചീര കറിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ചില ഭാഷകളൊക്കെ പറയുമ്പോൾ ചിലർക്ക് ചിരി വരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാരതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മളുടെ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പ് ആണല്ലോ, കൂടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അതൊന്നും കാര്യമാക്കണ്ട, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ എന്തായാലും ഞാൻ കൂട്ടാനൊക്കെ അടുപ്പത്ത് വയ്ക്കുമ്പോഴേക്കും പിന്നെ ഏട്ടൻ കഴിക്കലൊക്കെ കഴിഞ്ഞ് ആളെ റെഡിയായി ഇറങ്ങിയിട്ടാണ്. അപ്പോൾ മക്കളിങ്ങനെ ഓരോ പരാതിയും കൊണ്ട് പോവാണ്. അപ്പോൾ പണ്ടത്തെ പോലെയല്ല അച്ഛൻ ഇങ്ങനെ എന്താ പറയുക, ഞങ്ങൾക്ക് ഉമ്മയൊന്നും തന്നിട്ടല്ല പോണത്. പണ്ടൊക്കെ അച്ഛൻ ഉമ്മ തന്നിട്ടാണ് വർക്കിന് പോണത്. ഇപ്പം അങ്ങനെ അച്ഛൻ ഉമ്മ തരുന്നില്ല, ഞങ്ങളെ കൊഞ്ചണില്ല, അങ്ങനെ ഇങ്ങനെ. മക്കളൊക്കെ ഇത്തിരി വലുതായപ്പോൾ പിന്നെ അച്ഛനാണെങ്കിൽ എന്താ പറയുക, മക്കളിനോടൊരു അകൽച്ചയല്ല എന്നാലും ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ചിട്ടിക്കുട്ടി വേഗം പോയി പിടിച്ചു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് സ്കൂളുണ്ട്, സ്കൂളിൽ പോകാൻ മടിയായിട്ടിരിക്കുകയാണ്. കാരണം ചാരു സ്കൂളിൽ പോകണില്ലല്ലോ ഇന്ന്. അപ്പോൾ അവൾക്ക് സ്കൂളിൽ പോകാൻ മടി. ഒരാൾ പോകാത്തത് കൊണ്ട് ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ മറ്റേ ആൾക്ക് ഇത്തിരി ഒരു കുശുമ്പൊക്കെ തോന്നൂല, അങ്ങനെ മടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വേഗം കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ ആ ചീരക്കറിക്കുള്ള തേങ്ങയൊക്കെ അരച്ചു വിട്ടു. ആ ചീരക്കറിക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് ജീരകവും ഇത്തിരി കുരുമുളകും ചേർത്തിട്ട് അരച്ചു. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിൻ്റെ വിലയ്ക്ക് ഇവിടെ വെളുത്തുള്ളി ഒന്നും വാങ്ങിക്കില്ല. അത്യാവശ്യം ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ ജീരകവും കുരുമുളകും ഇട്ട് തേങ്ങ അരച്ച് വെച്ചു. പിന്നെ നമ്മുടെ ഉപ്പും മുളകൊക്കെ ഇട്ട നമ്മുടെ പരിപ്പ് നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ മുളക് പൊടിൻ്റെ. അതിന് ശേഷമാണ് ഞാനിതാ ചീരയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ചീര കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ മുറിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടാണല്ലോ അരിഞ്ഞ് വെച്ചത്. പിന്നെ കഴുകാനായിട്ടൊന്നും നിന്നില്ല. ചീരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഒന്ന് ആവി കയറുമ്പോഴേക്കും നമ്മുടെ ചീരയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അധികം നേരമൊന്നും വേണ്ട. അങ്ങനെ ചീരക്കറിയൊക്കെ അങ്ങനെ അടുപ്പത്തുനിന്ന് റെഡിയാക്കി ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചു. ഒരു വെളുത്തുള്ളി ഉണ്ടായിരുന്നു കേട്ടോ, അത് കുത്തി ചായച്ചിട്ട് ഇത്തിരി ചെറിയുള്ളിയും ചായച്ചിട്ട് വറമുളകും കറിവേപ്പിലയും ഇട്ടെടുത്താൽ നമ്മുടെ കടുക് പൊട്ടിക്കൽ റെഡിയായി. അപ്പോൾ വെളുത്തുള്ളി ഇടുന്നതാണ് കേട്ടോ കൂടുതലും മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ആ വെളുത്തുള്ളി ഇല്ലാത്തതിൻ്റെ പേരിൽ കുറച്ച് ചെറിയുള്ളി ചായച്ചിട്ടു എന്നേ ഉള്ളൂ. വെളുത്തുള്ളി ഇടുമ്പോൾ ഇത്തിരിയും കൂടെ മണം ഉണ്ടാവും കറിക്ക്. അങ്ങനെ ചോറും കറിയൊക്കെ വെച്ച് കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അങ്ങനെ വണ്ടി കയറിയിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ ആണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ രണ്ടുപേരും ബസ്സിൽ വണ്ടിയൊക്കെ കയറി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി. തിരിച്ചങ്ങനെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടറിനെയൊക്കെ കണ്ടു. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. സ്കാനിങ് റിപ്പോർട്ടൊക്കെ കാണിച്ചപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ ഉണ്ട് യൂട്രസിൽ, മരുന്ന് കഴിച്ചാൽ മാറുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ അതൊക്കെ മരുന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് എന്തായാലും വീട്ടിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ചെരുപ്പ് കടയിലും കൂടെ ഒന്ന് കയറിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റോസിൻ്റെ മക്കളുണ്ടല്ലോ ചെറുതുകൾ രണ്ടെണ്ണം, അത് രണ്ടും കൂടെ എൻ്റെ ചെരുപ്പ് അങ്ങോട്ട് കടിച്ച് ഇനിയിപ്പോൾ പുറത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇട്ടുള്ളത്. എന്നിട്ട് ഞാനത് ഇട്ടിട്ടാണ് 2-3 ദിവസം വർക്കിനൊക്കെ പോയതും. ഇനിയിപ്പോൾ എന്തായാലും ചെരുപ്പില്ലാണ്ട് പറ്റില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെരുപ്പ് കടയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ എനിക്കിഷ്ടമായത്.
കുറേ ആയിട്ട് ഞാൻ ഇങ്ങനത്തെ ചെരുപ്പ് നോക്കി നടക്കണം. അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറും ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ ആ ചെരുപ്പ് എടുത്തു. അങ്ങനെ അതാ നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിൽ കേട്ടോ. അങ്ങനെ സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ പിന്നെ വേറൊരു കടയിൽ നിന്ന് ചാരുമോൾക്ക് ഡയറി വേണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഡയറിയൊക്കെ 2025 മാറ്റമൊക്കെ വേണമെന്നും പറഞ്ഞ് ഡയറിയൊക്കെ എഴുതാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഡയറിയൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഡയറിയും ഒരു കലണ്ടറും ഒക്കെ വാങ്ങിച്ച് അങ്ങനെ അപ്പോൾ അതാ ഞങ്ങളിതാ ബസ്സൊക്കെ കയറി ഞങ്ങൾ ഇന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീടൊക്കെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങനെ എണീക്കുമ്പോഴേക്കും പിന്നെ ഏട്ടൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഏട്ടൻ വരുന്ന സമയത്ത് കേക്കൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്ലം കേക്ക് ഉണ്ടല്ലോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും ഇപ്പോൾ കേക്കിൻ്റെ ബിസിനസ്സൊക്കെ കൂടുതലാണ്. കേക്കൊക്കെ എല്ലാ കടകളിലും ഇപ്പോൾ കിട്ടും. അപ്പോൾ ഏട്ടൻ ഒരു കുഞ്ഞു കേക്ക് കേട്ടോ, ഒരു 1/2 കിലോ പോലും ഇല്ല തോന്നുന്നു, ചെറിയൊരു കുഞ്ഞു കേക്കാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചായക്ക് കഴിക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് മുറിക്കുകയാണ്. വൈകുന്നേരം ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ ഒരു കുഞ്ഞു പ്ലം കേക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്ലം കേക്കും കൂടെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ. നേരെ വണ്ണം മുറിക്ക് പെണ്ണേ. അങ്ങനെ അറുക്കുകയല്ല, അങ്ങനെ അമുത്ത് കത്തി വെച്ചിട്ട് അമുക്കുകയാണ് ചെയ്യുക.